അതിൽ പ്രധാനമായ ഘടകം നമ്മുടെ മദ്രസകളും മഹല്ലുകളും. മദ്രസയിലും മഹല്ലുകളിലുമൊക്കെ സമസ്യയുടെ കീഴിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങളെയും ഈ മഹല്ലുകളെയും പിടിച്ചു നിർത്താൻ പ്രയാസപ്പെടുകയും അതിനുവേണ്ടി കേസ് നടത്തുകയും ഒക്കെ ചെയ്ത അന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ സമസ്തയെ പിടിച്ചു നിർത്താൻ അഥവാ സ്ഥാപനങ്ങൾ പിടിച്ചു നിർത്താൻ പരിശ്രമിച്ച ആളുകളിൽപ്പെട്ടവരാണ് പലരും ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ടത്. പക്ഷെ ക്ഷണിക്കപ്പെട്ട് വിവരം അറിഞ്ഞപ്പോൾ കുറെ ആളുകൾ കൂടുതൽ വന്നു എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച പരിമിതമായ 100 പേരുടെ സംഗമത്തിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഉസ്താദുമാർ ഒരു മസ്ലഹത്തിന്റെ ശ്രമത്തിലാണ്. ആ മസ്ലഹത്തിന്റെ മുഖത്ത് വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഈ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാൻ യോഗ്യമായ നേതൃത്വം സമത്വമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ നേതൃത്വം ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അവരുടെ മുമ്പിൽ വെക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച ആന്തരികമായി നടത്താനാണ് ഞങ്ങൾ ഈ യോഗം വിളിച്ചത്. അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ചർച്ചയിലാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് നിങ്ങൾ തൽക്കാലം ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങളെ അപമാനിക്കാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അരോചകമായതുകൊണ്ടോ അല്ല. നിങ്ങൾ വളരെ മാന്യമായി അത് സ്വീകരിച്ചു. നിങ്ങൾ പുറത്തു നിന്ന് വെയിറ്റ് ചെയ്തു, നിങ്ങൾ ബൈക്ക് തരാമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമത്വത്തിൽ ഒരു പൂർവ്വകാല പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം സമസ്തകാല ജംഇയ്യത്തുൽ വേണ്ടി കരുത്താണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും സമസ്തയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയുമായ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അവർ രണ്ടുപേരും കേരള മുസ്ലിങ്ങളുടെ സമുന്നത നേതൃത്വത്തിന്റെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. അവർ രണ്ടുപേരും ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അത് അംഗീകരിക്കും. പക്ഷെ താഴെ തട്ടിലെ ചില പ്രവർത്തകർ പാണക്കാട് തങ്ങളെ അവഹേളിക്കുവാനും അപമാനിക്കുവാനും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുകയും അതുവഴി മഹല്ലുകളിലൊക്കെ ഒരു പ്രത്യേകമായ വൈകാരികത രൂപപ്പെടുകയും ചെയ്യും. ആ വൈകാരികത രൂപപ്പെട്ട സാഹചര്യത്തിൽ പലരും ഞങ്ങളെയൊക്കെ വിളിച്ച് അതുപോലെ തന്നെ പല കൺവെൻഷനിൽ വരുമ്പോഴും അവർ പറയും, ഞങ്ങൾ ഈ പള്ളി മദ്രസയും ഒക്കെ സമത്വയുടെ കൂടെ നടത്താൻ ആഗ്രഹിച്ചതാണ്. പാണക്കാട് തങ്ങളെ ഞങ്ങളുടെ നേതാവാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനു വേണ്ടി ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്ത ഒരു പാർട്ടിയാണ്. സമസ്തയിൽ പല പാർട്ടിക്കാരുണ്ടോ, വ്യക്തിപരമായി പാർട്ടി ഏതാണെങ്കിലും സമസ്തയെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സംഘടനാപരമായി സമത്വക്ക് പല സഹായങ്ങളും ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സമത്വയുമായി ഒരു വൈകാരിക ബന്ധം നിലനിൽക്കുന്നത്. അതിന്റെ കാരണം രാഷ്ട്രീയമായ അടിമത്തമോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സമത്വത്തെ അടിയറ വെച്ചതോ അല്ല. രണ്ടിലുമുള്ള ഭൂരിപക്ഷം ആളുകളും ഒരേ ചിന്താധികാരാണ്. മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സുന്നികളാണ്, സമത്വക്കാരാണ്. സമത്വയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗരാണ്. അല്ലാത്തവർ രണ്ടിലുമുണ്ട്. സമസ്തക്കാരല്ലാത്തവർ മുസ്ലിം ലീഗിലുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരല്ലാത്തവർ സമത്വയിലുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ഒരു വിഭാഗമായതുകൊണ്ട് 2 കൂട്ടരും ഒരു പരിഗണനാ മനോഭാവവും സഹകരണ മനോഭാവവും പണ്ട് മുതലേ തുടർന്നു വരുന്നത്. അത് തകർക്കാനുള്ള ശ്രമം ഈടെയായി നമ്മുടെ ചില സ്റ്റേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില എഴുത്തുകളിൽ നിന്നുമൊക്കെ വന്നിട്ടുണ്ട്. ആ ചർച്ച താഴെ തട്ടിലെ ജനങ്ങളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മഹല്ലുകൾ നഷ്ടപ്പെടും, മദ്രസകൾ നഷ്ടപ്പെടും, സമത്വയുടെ കരുത്ത് ചോർന്നു പോകും എന്ന കാര്യം ഉറപ്പാണ്. അത് തടഞ്ഞു നിർത്തി 89-ൽ നമ്മൾ എങ്ങനെ ഇതൊക്കെ പ്രതിരോധിച്ചോ അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും സമത്വയുടെ കീഴിൽ തന്നെ നിർത്തുവാനും അണികളെ സമത്വക്കൊപ്പം തന്നെ നിർത്തുവാനുമുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു സംഘം, നാസമിച്ച് അടക്കമുള്ള സംഘം പശ്ചിമ ബംഗാളിലാണ്. അവിടെ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ഒക്കെ മദ്രസകൾ രൂപീകരിക്കാനും അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും ദാറുഹുദയുടെയും അതുപോലെ തന്നെ ദാറുഹുദയുടെ സന്തതികളായ ഹുദവികളുടെയും നേതൃത്വത്തിൽ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണാത്മക പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സുന്നിമാരുടെ ഫെഡറേഷനാണ് നേതൃത്വം കൊടുക്കുന്നത്. സുന്നിമാരുടെ ഫെഡറേഷന്റെ ഒരു യാത്രയിലാണ് ഇപ്പൊ ഇവിടെ തന്നെയുള്ള പല പ്രമുഖരും അതിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴും ഈ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്താതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന അപകടം കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങിയത്. അല്ലാതെ സമത്വ വിഭാഗീയത ഉണ്ടാക്കുകയോ ഞങ്ങൾ വേറെ ഗ്രൂപ്പായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമല്ല. പക്ഷെ ഇവിടെ വന്നവർക്ക് ഒരേ ചിന്താഗതിക്കാരാണ്. അത് ഏകപക്ഷീയമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അത് ആ രീതിയിൽ തന്നെ ആലോചനയ്ക്ക് വേണ്ടി വിളിച്ചു കൂട്ടിയതാണ്. ഇവിടെ 3 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അതിന്റെ കോപ്പി തരാൻ ഏൽപ്പിച്ചതിന് കിട്ടിയിട്ടുണ്ടോ? കിട്ടാത്തവർ പറയണം. പറഞ്ഞത്
അത് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ആ കാര്യം പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ മുഷാവറയാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മുഷാവറ അടുത്ത് ചേരുമ്പോൾ അതിന് കാര്യമായ പരിഹാരം ഉണ്ടാവും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലല്ല, ഇവിടെ സുന്നി യുവജന സംഘം രൂപീകരിച്ചു. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പോഷക സംഘടനയാക്കി അതിനെ മാറ്റിയത്. സുന്നി മാലിന്യ ഫെഡറേഷൻ രൂപീകരിച്ചപ്പോഴാണ് തന്നെ. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SKSSF രൂപീകരിച്ചപ്പോഴും 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അതിന് അംഗീകാരം കിട്ടിയത്. SSF അങ്ങനെ SKSSF അതിന് 10 കൊല്ലത്തിലധികം കിട്ടി. ഇത് നമ്മൾ സംസ്ഥയുടെ പോഷക ഘടകം എന്നുള്ള നിലയിലല്ല ഞങ്ങൾ ഇത് പ്രതികരിക്കാൻ വേണ്ടി തന്നെ ഈ പറയുന്ന തരത്തിൽ ആദർശ വിശദീകരണ സമ്മേളനം വിളിച്ച് ആദർശത്തെ പറ്റി ഒന്നും പറയാതെ, ആദർശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം പുത്തൻ വിധേയ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ രൂപത്തിൽ ബഹുജനങ്ങളെ അതിനനുസരിച്ച് ജീവിപ്പിക്കുകയും ചെയ്യാൻ പ്രാപ്തമാക്കലാണ്. ഈ ആദർശ സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ടത് അതാണ്. ആദർശ സമ്മേളനത്തിൽ പ്രസംഗം മുഴുവൻ പാണക്കാട് തങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയുമാണ്. കോഴിക്കോട്ട് നടന്ന ആദർശ സമ്മേളനത്തിൽ നിങ്ങളൊക്കെ കേട്ടതാണ്. ഒരാൾ പ്രസംഗിച്ചു, ഞങ്ങൾ AP നിന്നാണ് സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്. AP നമുക്കറിയാലോ, ശംസുൽ ഉലമ ശൈഖുന EK അബൂബക്കർ മുസ്ലിയാർ ഹയാത്ത് കാലത്ത് ഒഴിവാക്കിയ വിഭാഗമാണ്. ഇവിടെ യഥാർത്ഥ പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ചതിൽ പ്രമുഖൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമയിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് പഠിക്കുകയോ അവരിൽ നിന്ന് പഠിച്ചവരോ ആയ ആളുകളാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. വേറെ എവിടുന്ന് പഠിച്ചവരല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് പഠിക്കുകയോ നേരിട്ട് പഠിക്കുകയോ അദ്ദേഹം പഠിപ്പിച്ചവരിൽ നിന്ന് പഠിക്കുകയോ ചെയ്ത ആളുകൾ മാത്രമാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. എല്ലാത്തൊരാൾക്കും ഞങ്ങളെ കൂടെ സ്ഥാനമില്ല. വേറെ എവിടെയെങ്കിലും സുന്നത്ത് ജമാഅത്ത് പഠിച്ച് ഇവിടെ വന്ന് വേറെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. ഞങ്ങളെ കൂടെ അത്തരക്കാർക്ക് സ്ഥാനമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടി വന്നാൽ ബഹുജനങ്ങൾ മുഖാന്തരം വിശദീകരിക്കാൻ വേണ്ടിയുള്ളത് കൂടിയാണ് ഈ ആദർശ സംരക്ഷണ സമിതി. ക്ലിയർ ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു സമാന്തര സംഘടനയായി ഇത് വരുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം, ഇതൊരു സമാന്തര സംഘടനയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ രൂപീകരിച്ച ഒരു കമ്മിറ്റിയുമല്ല. ഇറ്റ് ഇസ് അഡ്ഹോക് കമ്മിറ്റി. വാട്ട് ഇസ് മീൻ ബൈ അഡ്ഹോക് കമ്മിറ്റി? അഡ്ഹോക് എന്ന വാക്കിന്റെ അർത്ഥം ഡൺ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ആസ് നെസസറി. ദിസ് ഇസ് ഡൺ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ആസ് നെസസറി. കാരണം ഈ പള്ളികൾ മദ്രസകളൊക്കെ നിലനിർത്താൻ ശ്രമിച്ച ആളുകൾ വളരെ പ്രയാസത്തിലാണ്. കാരണം അവരെ എതിർക്കുകയും അവർ സ്നേഹിക്കുന്ന പാണക്കാട് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന താഴെ തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ താഴെ തട്ടിലേക്ക് നിൽക്കുമ്പോൾ സ്വാഭാവിക സമസ്തയുടെ ആലിമികളൊന്നും പറയുന്നില്ല. സമസ്തയുടെ ആലിമികൾ അങ്ങനെ പറയുന്നില്ല, സമസ്ത അങ്ങനെ പറയുന്നില്ല. കുറച്ച് ആളുകൾ സ്റ്റേജിൽ കയറി അങ്ങനെ പറയുമ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ആ ഒരു ഡാമേജ് അത് സാധാരണക്കാരായ ആളുകൾ സഹിക്കില്ല. അത് സമസ്തക്കെതിരെ വികാരമായി വന്നേക്കാം. അങ്ങനെ വന്നേക്കാൻ അവസ്ഥയുള്ളപ്പോൾ അതിനെ ചെറുക്കൽ ആവശ്യമാണ്. അപ്പൊ അതിനെ ചെറുക്കുകയും ജനങ്ങളെ സമത്വക്കൊപ്പം നിർത്തുകയും ഒരു ചിന്ന ഭിന്നമായ അവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശം മാത്രമേ ഇതിലുള്ളൂ. ഞങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ്. ഞങ്ങൾ അങ്ങനെ സമാധാനം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കെതിരെ ഉത്സാഹപര നടപടിയെടുക്കുമെന്ന ബോധം ഞങ്ങൾക്കുണ്ട്. അതൊരിക്കലും ഞങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ക്രിസ്റ്റൽ ക്ലിയർ മറുപടി ഞാൻ തന്നിട്ടുണ്ട്. ഈ അനുരഞ്ജനം ഉണ്ടാക്കാൻ, മസലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുഷാവറ പരാജയപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നത്? 2-3 വർഷമായിട്ട് തുടരുന്ന പ്രശ്നങ്ങൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിഷയം വളരെ പെട്ടെന്ന് കയ്യിലെടുത്ത് തീർക്കാൻ കഴിയുന്ന രീതിയിലല്ലല്ലോ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ച് സമസ്ത ഉത്തരവാദപ്പെട്ട നേതാക്കളെ ഇരുത്തി ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു കാര്യം നടക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അത്തരം ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മൾ ആ ചർച്ചയെ വ്യതിചലിപ്പിക്കുന്ന തരത്തിലോ ആ ചർച്ച ബ്രേക്ക് ആക്കുന്ന തരത്തിലോ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല. ഞങ്ങൾ എന്ത് വന്നാലും ശരി, സമത്വം എന്താണോ അന്തിമമായി തീരുമാനിക്കുന്നത് അവിടെ ഞങ്ങൾ സമത്വം എന്ത് പറയുന്നത് അവിടെ ഞങ്ങളുണ്ടാവും. പക്ഷെ അതിന് മുമ്പ് ഒരു ചർച്ച നടത്തുമ്പോൾ തങ്ങളുടെ സെക്രട്ടറി വെച്ചു. ആ സെക്രട്ടറി വെച്ച് അതിന് ഒരു ഉറപ്പ് വന്നു.
എന്നപോലെ തന്നെ ഇപ്പൊ തങ്ങൾ വിദേശത്ത് വന്ന് അമേരിക്കയിൽ നിന്ന് ചർച്ച നടത്താനിരിക്കുന്ന സമയത്ത് ഒരു പ്രസംഗം തങ്ങൾക്കെതിരെ വന്നു. ഇതൊക്കെ